ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 1 ഇഞ്ചിൻ്റെ ഓർഗാൻസ റിബൺ വെച്ചിട്ട് ഒരു അടിപൊളി ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ 100 സെൻറ്റിമീറ്റർ നീളത്തിൽ ഈ ഒരു റിബൺ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റിബണിൻ്റെ രണ്ടറ്റം ഇതുപോലെ ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ചൂടാക്കി കൊടുക്കാം. ഇതുപോലെ സൂചി എടുത്തിട്ടുണ്ട്, അതിലൂടെ നൂല് കോർത്തിട്ട് അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു റിബൺ നമ്മൾ ഇതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. മുകളിലേക്കും താഴേക്കുമായിട്ട് ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് നമ്മൾ റിബണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് കൈ വെച്ചിട്ട് അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമ്മുടെ സൂചി ഇതുപോലെ വലിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം കെട്ടിട്ട് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടി അതുപോലെ സൂചിയെ കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സ് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേ മെത്തേഡ് തന്നെയാണ് ഇതും. ഇനി ഇതിൻ്റെ അവസാനം ഉൾവശത്തായിട്ട് ഇതുപോലെ ഒന്ന് നൂലിനെ ലോക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ച് പിടിച്ചിട്ടൊന്ന് ലോക്കിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പം നമുക്കത് ഈ ഒരു രീതിയിൽ ഫ്ലവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കൈ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഈ ഫ്ലവർ നമുക്ക് സ്റ്റോൺ വെച്ചിട്ടും അതുപോലെ ബീഡ്സ് വെച്ചിട്ടൊക്കെ ഭംഗിയാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇതിൽ ചെറിയൊരു ട്രിക്കും കൂടി എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ വെറൈറ്റി ആക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് സൂചി എടുത്തിട്ടുണ്ട്, അതിൽ ഈ ഒരു പിങ്ക് കളറിലുള്ള നൂല് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു റിബണിൻ്റെ ഈ അറ്റത്തായിട്ട് ഈ ഒരു വശത്തായിട്ട് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത ആ സെയിം മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ റിബണ് ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലവർ നമുക്ക് നമ്മുടെ ഹെയർ ബാൻഡിലും അലഗേറ്റർ ക്ലിപ്പിലോ അതല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കുള്ള നൈലോൺ ബാൻഡിലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് ഹെയർ ബാൻഡുകളുടെ മേക്കിംഗ് വീഡിയോകൾ ഞാൻ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം കെട്ടിട്ട വശത്തിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ സൂചിയെ കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഈ ഫ്ലവർ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എത്രത്തോളം ടൈറ്റിലാണോ വേണ്ടത് അത്രത്തോളം ടൈറ്റാക്കിയിട്ട് നമ്മൾ നൂലിനെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇപ്പോൾ അതാ നമുക്ക് ഈ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് കാണാൻ ഒരു വെറൈറ്റി ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഇതുപോലെയുള്ള സ്റ്റോൺ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ബീഡ്സോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ആക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള 3 ഫ്ലവേഴ്സ് വെച്ചിട്ട് ഹെയർ ബാൻഡോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.